ഈ പുഴയും കടന്നിലണമെങ്കിൽ കാവേരിയെ രക്ഷിക്കാൻ ഗംഗ. അങ്ങനെ നമ്മുടെ ശാരദയാണെങ്കിൽ നിവിൻ്റെ കൂടെ വരുന്ന നമ്മുടെ കാവേരിയോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം നിവിൻ്റെ അമ്മയാണെന്ന് കാണാം. അവർ കാവേരിയെക്കുറിച്ചും നമ്മുടെ ശാരദയെക്കുറിച്ചും ബാക്കിയുള്ള മക്കളെക്കുറിച്ചും വളരെയധികം മോശമായി സംസാരിക്കുന്നത് കൊണ്ടാണ് ശാരദയ്ക്ക് നല്ല രീതിയിൽ വിഷമവും സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നത് കേട്ടോ. ഇതേ സമയം കാവേരിയും നിവിനും ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ അത് കണ്ട ശേഷം ശാരദയുടെ ദേഷ്യം അധികമായി വർദ്ധിക്കുന്നു. ശാരദ ആണെങ്കിൽ ശബ്ദമുയർത്തിക്കൊണ്ട് കാവേരിയോട് ചോദിക്കുന്നു, നീ ഇത്ര നേരം എവിടെയായിരുന്നു, എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട കാവേരിയാണെങ്കിൽ പതിയെ ഇടഞ്ഞ ശബ്ദത്തിൽ പറയുന്നുണ്ട്, എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നിന്നോട് ചോദ്യം ചോദിച്ചത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ കാവേരിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് നിവിനും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഗംഗ പറയുന്നുണ്ട്, അമ്മേ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, നിവിൻ നിൽക്കുന്നത് കണ്ടില്ലേ, കാവേരിയോട് ദേഷ്യപ്പെടല്ലേ എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ ശാരദ അത് കേൾക്കാനായിട്ട് തയ്യാറല്ല. നിന്നോടാ കാവേരി ചോദിച്ചത്, നീ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനും നിവിനും കൂടി തോട്ടത്തിൻ്റെ കാര്യവും മറ്റുമൊക്കെ ഒന്ന് കേസ് വഴി അന്വേഷിച്ച് ഒന്ന് നീങ്ങി നോക്കാനായിട്ട് പോയതാണ് എന്ന് പറയുമ്പോൾ, അതെന്തിനാ ഇവനെ കൊണ്ടുപോകുന്നത്, കേസും ഭൂമിയും തോട്ടം എന്നൊക്കെ പറഞ്ഞ് രാവിലെ തൊട്ട് അങ്ങോട്ട് ഇറങ്ങി നടന്നാൽ മതിയല്ലോ, പിന്നെ വേറൊന്നും വേണ്ടാലോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയതമ്മേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അത് കേട്ടാ നമ്മുടെ ഗംഗയാണ് പറയുന്നത്, നിവിൻ്റെ അമ്മ വന്ന് ഇവിടെ വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നും കൂടാതെ നീ നിവിനെ കയ്യും കാലും കാണിച്ച് കറക്കിയെടുത്തതാണെന്ന് വരെ പറഞ്ഞു എന്നും പറയുമ്പോൾ നമ്മുടെ കാവേരിക്ക് വളരെയധികം വിഷമമാകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശാരദയാണെങ്കിൽ കാവേരിയോട് പറയുന്നുണ്ട്, ഇനി നീ നിവിൻ്റെ കൂടെ വേറെ പുറത്തേക്ക് അധികമൊന്നും കറങ്ങാനായിട്ടോ ഒന്നും പോകേണ്ട എന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല, സാഹചര്യവുമില്ല, ആവശ്യമില്ലാതെ ഓരോ പ്രശ്നവും കാര്യങ്ങളും വരുത്തി വെക്കരുത് എന്ന് നമ്മുടെ കാവേരിയുടെ അടുത്ത് ശാരദ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നു. ഞാൻ എൻ്റെ പെൺമക്കളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി വളർത്തിയിരിക്കുകയാണ് എന്നാണ് മോനെ നിവിനെ നിൻ്റെ അമ്മ പറഞ്ഞത്. നീ ഇവിടെ കയറാൻ കാരണം തന്നെ വിനീതാണ്, വിനീതിൻ്റെ കൂട്ടുകാരനാണല്ലോ എന്നുള്ള ആ ഒരൊറ്റ കാരണത്താലാണ് നിനക്ക് ഇവിടെ കയറാൻ സാധിച്ചതും ഞങ്ങളുമായിട്ട് അടുപ്പം വരാൻ സാധിച്ചതും. നീ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ ഇത് മോനെ ശരിയല്ല. അതായത് ഈ അമ്മ നിന്നോട് അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് മോൻ ഇനിയും ഇങ്ങോട്ട് വരരുത്, ഈ അമ്മയെ വിഷമിപ്പിക്കരുത്. മോൻ്റെ അമ്മ ഇവിടെ വന്ന് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു, അതെല്ലാം കേട്ട് ഞാൻ വളരെയധികം വിഷമത്തിലാണ്, ഞാൻ ആകെ സങ്കടത്തിലാണ്. ദയവേത് മോനെ എൻ്റെ വീട്ടിലേക്ക് ഇനി കടന്നു വരരുതെന്ന് വിനീതിനോട് പറയുമ്പോൾ, അത് വിനീതിയല്ല നിവിനോട് പറയുമ്പോൾ നമ്മുടെ നിവിന് നല്ല രീതിയിൽ വിഷമമാകുന്നുണ്ട്. ഇതേ സമയം നിവിനാണെങ്കിൽ അമ്മയെ കൊണ്ട് തോറ്റല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് മടങ്ങാൻ നേരത്ത് വിനീതാണെങ്കിൽ നിവിനെ നിർത്തിയിട്ട്, അതായത് നിവിനെ കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ വന്ന് വളരെയധികം മോശമായി തന്നെയാണ് സംസാരിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ശാരദമ്മ എന്ന് പറയുന്നു. അത് കേട്ടതും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അമ്മ നല്ല രീതിയിൽ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും മനസ്സിലായി. പക്ഷേ ഞാൻ കാവേരിയെ വിട്ട് കൊടുക്കില്ല, തള്ളിപ്പറയില്ല എന്ന് പറയുന്നു. അപ്പോൾ വിനീതാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്ന് വിനീതേ, അതായത് എനിക്ക് കാവേരിയെ ഒരുപാട് ഇഷ്ടം തന്നെയാണ്, അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹവുമുണ്ട് എന്ന് പറയുന്നു. അത് ഞാൻ അവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ആ ആഗ്രഹം നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി എന്ന് പറയുന്നു. എൻ്റെ പൊന്നിനിവിനെ ഇതൊന്നും നടക്കില്ല, നിൻ്റെ അമ്മ അറിഞ്ഞ ആകെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആവും,
ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നീ മര്യാദയ്ക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ ദേ വിനീതെ, നീ എൻ്റെ കൂടെ നിൽക്കണം. നീ എൻ്റെ കൂട്ടുകാരനല്ലേ, നിനക്ക് എൻ്റെ ഇഷ്ടത്തിൻ്റെ കൂടെ നിന്നൂടെ എന്ന് ചോദിക്കുന്നു. എനിക്ക് നിൽക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ നിൻ്റെ അമ്മ, നിൻ്റെ അങ്കിൾ അവരൊക്കെ ഒരുപാട് ദേഷ്യത്തിലാണ്. അത് നീ എന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ നമ്മുടെ വിനീത് നിവിൻ്റെ കൂടെ നിൽക്കുന്നു. അവരെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞാനും നിൻ്റെ കൂടെ നിൽക്കാം എന്ന് വിനീത് നിവിന് വാക്ക് കൊടുക്കുന്നു. ഇവിടെ പൊട്ടിക്കരയുന്ന നമ്മുടെ കാവേരിയെ ആശ്വസിപ്പിക്കുന്ന ഗംഗയെ കാണാനായിട്ട് കഴിയും. ഗംഗ പറയുന്നുണ്ട്, മോളെ നിൻ്റെ മനസ്സിൽ ഒന്നുമില്ലായിരിക്കും, പക്ഷേ നിവിൻ്റെ അമ്മ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് പോയതാണ്. അമ്മയെ ഒരുപാട് മോശപ്പെടുത്തി കുറ്റക്കാരിയായി സംസാരിച്ചു. അങ്ങനെ അമ്മ ദേഷ്യപ്പെട്ട് പറഞ്ഞതാണ്. നീ ഒന്നുകൊണ്ടും മനസ്സിലൊന്നും വെക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീണ്ടും വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.